വൈറ്റ്ലയിലെ ആർമി ഫ്ളാറ്റ് പൊളിക്കുക മരട് മാതൃകയിലാണ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ കമ്പനി പ്രതിനിധികൾ ഇന്ന് സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. പൊളിക്കുന്നതിന് മുൻപ് ഫ്ളാറ്റിലുള്ളവർക്ക് മാറി താമസിക്കുന്നതിനായി വാടകയായി നൽകേണ്ട തുക ഉടൻ തീരുമാനിക്കും എന്നതാണ് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചിരിക്കുന്നത്. അർച്ചന തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങളും ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പങ്കുവയ്ക്കുന്നത്. അർച്ചന, ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വാടകയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കുന്ന കാര്യത്തിലുമൊക്കെയും കൃത്യമായ ഒരു തീരുമാനം അത് ജില്ലാ ഭരണകൂടത്തിനുണ്ട്. കളക്ടർ NSK ഉമേഷ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാവ്യ, പ്രധാനമായും ഈ താമസക്കാർക്കിടയിൽ നിരവധിയായ വെല്ലുവിളികളും പ്രതിസന്ധികളുമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഫ്ളാറ്റ് പൊളിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. മരട് മാതൃകയിലാണ് ഈ ഫ്ളാറ്റ് പൊളിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മരട് എങ്ങനെയാണോ പൊളിച്ചത് ആ രീതി അതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇത് പൊളിക്കുക. അതിൻ്റെ കമ്പനി തന്നെയാണ് ഇതിൻ്റെയും കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്താനാണ് ഇന്ന് പ്രധാനമായും ഈ കമ്പനി അധികൃതർ ഈ സ്ഥലം സന്ദർശിക്കുന്നത്, ഈ ഫ്ളാറ്റ് സന്ദർശിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഇത് സാധ്യമാകുക എന്നത് സംബന്ധിച്ച് സാങ്കേതികമായ വശങ്ങളെല്ലാം തന്നെയാണ് ഇന്ന് പ്രധാനമായും ഈ അധികൃതർ പരിശോധിക്കുക. എന്തായാലും ഇന്ന് തന്നെ അവരെത്തുമെന്നാണ് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയത്. അതിനിടെ ജില്ലാ കളക്ടർ ഈ താമസവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ താമസക്കാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതാണ് നിലവിൽ അവരുടെ പ്രതിസന്ധി. അതായത് ഇത്തരത്തിൽ ഈ ഫ്ളാറ്റിൽ നിന്നും മാറുമ്പോൾ വാടക എങ്ങനെ ലഭിക്കുമെന്നാണ് അവരുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ആർക്കും ഇത്തരത്തിൽ വാടക അത്തരത്തിൽ സംബന്ധിച്ച കാര്യങ്ങളൊന്നും നഷ്ടമാകില്ല എന്നാണ് കളക്ടർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ നാളെ എന്തായാലും യോഗം ചേരുന്നുണ്ട്. എന്തായാലും ആ യോഗത്തിൽ ഇവരുടെ ഒരു പ്രതിസന്ധിക്ക് എന്തായാലും പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏകദേശം 165 കോടിയാണ് പുതിയ ഫ്ളാറ്റ് നിർമ്മിക്കുമ്പോൾ ഏകദേശം വകയിരുത്തിയത്. അതായത് അത്രയും ചിലവ് അടുത്ത ഒരു ഫ്ളാറ്റ് നിർമ്മിക്കുമ്പോൾ വരും. മാത്രമല്ല ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിലും വലിയ കോടികളുടെ ഇത്തരത്തിൽ കോടികൾ വേണ്ട ആവശ്യവുമുണ്ട്. എന്തായാലും അത്തരത്തിൽ ഈ കമ്പനികൾ തന്നെയാണ്, അതായത് ഈ കരാർ നിർമ്മിച്ച കമ്പനിയും അതുപോലെ ഈ ആർമി വെൽഫെയർ അസോസിയേഷനും ചേർന്നാണ് ഈ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. അതുവരെ ഇവർക്ക് ഇത്തരത്തിൽ വാടക നൽകേണ്ടതുണ്ട്. ആ തുകയാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ആർമി വെൽഫെയർ അസോസിയേഷൻ തന്നെയാണ് അതിൻ്റെ പൈസയും കൊടുക്കേണ്ടത്. എന്തായാലും അതിൻ്റെ ധാരണ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് സംബന്ധിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും 200 കോടിയോളം മുടക്കിയാണ് ഈ റിട്ടയർഡായ ആർമിക്കാർ ഈ ചന്ദ്രകുഞ്ച് എന്ന വൈറ്റ്ലയിലെ ഫ്ളാറ്റ് വാങ്ങിയത്. അതിന് ശേഷമാണ് അത് താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഹൈക്കോടതിയാണ് ഇത് പൊളിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല എന്ന് ഉത്തരവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പൊളിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും അധികം കാലതാമസമില്ലാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ താമസക്കാരുടെ ആശങ്കകൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗവും ചേരുന്നുണ്ട്. എന്തായാലും പ്രധാനമായും അവരുടെ ആവശ്യം തങ്ങൾക്ക് വാടക, അതായത് ഈ ഫ്ളാറ്റിൽ നിന്ന് മാറി താമസിക്കുമ്പോഴുള്ള വാടക അത് കൃത്യമായി നൽകണം. അത് എങ്ങനെ നൽകുമെന്ന് കൃത്യമായി ധരിപ്പിച്ചാൽ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ ചർച്ച ചെയ്യും. അത് ആർമി വെൽഫെയർ അസോസിയേഷൻ തന്നെ നൽകേണ്ടതാണ്. അവർ നേരത്തെ തന്നെ ആർമി വെൽഫെയർ അസോസിയേഷനും അതുപോലെ ഈ ഫ്ളാറ്റ് നിർമ്മിച്ച കരാർ കമ്പനിയും ഒത്തുകളിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഇവർ വലിയ രീതിയിൽ ഈ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്നടക്കമുള്ള ആക്ഷേപങ്ങളെല്ലാം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല രീതിയിൽ വിജിലൻസിനടക്കം സമീപിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി ഇടപെട്ട് ഫ്ളാറ്റ് പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ഇന്ന് മരടിലെ ഫ്ളാറ്റ് പൊളിച്ച ടീം ഇന്നെന്തായാലും സന്ദർശിക്കും. എങ്ങനെയൊക്കെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളെന്ന് വിലയിരുത്തും.